Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി നോൺ വെജ് ആണ്. പക്ഷേ ഞാൻ കുറേ വർത്താനം പറഞ്ഞു. പക്ഷേ എന്നാന്നറിയാവോ, ഈ മീറ്റിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഫിഷാണ് നല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ശരിയാന്നു, ആ പറയുന്നതിൽ 100% ഞാൻ അതിനോട് യോജിക്കുകയും ചെയ്യുവാന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതിനേക്കാൾ ഏറെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഈ വർത്താനം പറയുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഈ എല്ലാവരും പറയല്ലേ വർത്താനം പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടിക്കൽ ആവാൻ വളരെ പ്രയാസമാണെന്ന് പറയല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി അതൊന്ന് കുറച്ചുകൂടെ നമ്മുടെ ഇടയിലോട്ടൊക്കെ ഒന്ന് മീറ്റ് കുറച്ച് ഫിഷിനോട് കൂടുതൽ കഴിക്കണം എന്ന് പറഞ്ഞു വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലാന്നേലും ഒരാളുണ്ട്, അതായത് വേറെ ആരുമല്ല, എൻ്റെ രണ്ടാമത്തെ മോനും ഈ ഒരു കാറ്റഗറി പെട്ടതാണ്. എന്നാന്ന് വെച്ചാൽ അവൻ കുഞ്ഞുനാളിലെങ്ങാണ്ടുണ്ടല്ലോ ഒരു കൊഞ്ച് കഴിച്ചേച്ചെങ്ങാണ്ട് ഛർദ്ദിച്ചു. അതൊരു സൈക്കോളജി എൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവൻ അതേ പിന്നെ ഇതുവരെ മീൻ തൊടുകയില്ല. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ല, എന്നതേലുമൊക്കെ ചൈനീസ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി അവന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവൻ ഈ എന്നാ പറയുക മീൻ കഴിക്കത്തുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ പറയുക, ഇച്ചിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ പിള്ളേർ കഴിയുന്നത് മീൻ തിന്നുന്നതാ ഏറ്റവും നല്ലത് എന്നാണ് പൊതുവേ പറയുന്നത്. മീറ്റ് അധികം വേണ്ട, കാര്യം സേഫ് സൈഡും അതാണ്. പക്ഷെ ഇതെല്ലാം വർത്താനം പറഞ്ഞാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാട്ടോ. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ ആ ദേട്ട കിടക്കുന്നു എന്ന് പറയാനല്ലേ ഉള്ള സത്യമായി. പിന്നെ ഈ വിളിച്ചു വരുത്തിയേച്ച് നമ്മൾ ഇന്നതേ ഉള്ളൂ ഇന്നതേ കഴിച്ചേച്ച് പോകൂ എന്ന് പറഞ്ഞാൽ മോശമല്ലായോ. നമ്മൾ ഈ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേര് എന്നാന്ന് വെച്ചാൽ അതായത് സ്പൈസി ചിക്കൻ കറി വിത്ത് ആൽമണ്ട്സ്. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ ആക്കാം. എൻ്റെ എല്ലാ ഡിഷസും ഞാൻ അത്രേ പറയത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ സ്പൈസി വേണമെങ്കിൽ ആക്കിയാൽ മതി, സെമി സ്പൈസ് ആണെങ്കിൽ അത് മതി. ഏതാ നമുക്ക് ഇഷ്ടം തോന്നുക അത് ചെയ്തേച്ചാൽ മതി. ചിലർക്കാണെങ്കിൽ ഈ ഇറച്ചിയിൽ ഇച്ചിരി എരിവ് ഇല്ലെങ്കിൽ കൊള്ളുകയില്ല, മീനിന് ഇച്ചിരി എരിവില്ലുണ്ടെങ്കിൽ കൊള്ളുക. നോൺ വെജിന് ബേസിക്കലി പറയുവാണെങ്കിൽ ഒരു ഫുഡിൻ്റെ രീതി പറയുവാണെങ്കിൽ കുറച്ച് സ്പൈസി ആവുന്നതാണ് നല്ലത്. കാര്യം എന്നാന്ന് വെച്ചാൽ സ്പൈസ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം ഫാറ്റ് കണ്ടൻറ്റൻസ് അതിൽ കളയാൻ പറ്റും എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് പച്ചമുളകിന്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് സാധനമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ സ്പൈസി ചിക്കൻ വിത്ത് ആൽമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധാ സാധനങ്ങൾ വെച്ച് മാത്രമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിലിൽ തന്നെ ചെയ്യണം. പിന്നെ ഈ ചിക്കനകത്ത് എന്തൊക്കെയോ കഴുകാത്ത ചിക്കൻ പോലെ തോന്നുമായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. ഇതെന്നാന്നറിയാവോ, ഞാൻ ഇച്ചിരി ഉപ്പും കുരുമുളകും കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് വെച്ചേക്കുക. അതൊരു മിനിമം അതിന് ആ ഉപ്പും കുരുമുളകോ പുളിയോ ഒക്കെ ഒന്ന് പിടിക്കാൻ ഒരു മിനിമം 1 hour എങ്കിലും അതിന് കൊടുക്കണം. അതുകൊണ്ട് നേരത്തെ ഒന്ന് പുരട്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, വീട്ടിൽ ചതച്ചെടുത്താലും മതി. പിന്നെ വേണ്ടിയത് സവാള, 1 കിലോ ചിക്കന് 4 മീഡിയം സൈസ് സവാളയാണ് കണക്ക്. സ്പൈസസ് ഗ്രാമ്പു, പട്ട, ജീരകം, പിന്നെ ഇച്ചിരി ഏലക്ക. ഇതിൻ്റെ കൂടെ എപ്പോഴും ഒരു ഇച്ചിരി പെരുംജീരക പൊടിയും കൂടെ ഇട്ടാൽ നല്ലതാട്ടോ. അപ്പം കുറച്ച് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസിൽ മസ്റ്റ് അല്ല ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇറച്ചിക്കും ഇച്ചിരി പെരുംജീരകം മുന്നിട്ട് നിന്നാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂറി. ഇതില്ലെങ്കിൽ ടൊമാറ്റോ നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തേച്ചാലും മതിയേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മല്ലിയില, ഇത് കുറച്ച് ബദാം ഞാൻ ഇച്ചിരി വെള്ളത്തിൽ കൂത്തിട്ടേക്കുവാണ് അരച്ചെടുക്കാനുള്ള. പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ്. എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇത് ചെയ്യേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ ഇറച്ചി എന്ന് പറയുന്നത് കഷ്ണം എല്ലോട് കൂടിയുള്ളത് മേടിക്കാം, അല്ലാതെ ഏതിറച്ചിയിലും ഇത് ചെയ്യാൻ ഒക്കും. പിന്നെ ഉള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അത് പോയിട്ട് സവാള വേണം. സ്പൈസസ് ആയിട്ട് ഗ്രാമ്പു, ഏലക്ക, ജീരകം, പട്ട, 4 സാധനമേ ഉള്ളൂ.
അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൊണ്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്, ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാന്നുവെങ്കിൽ ഇച്ചിരി ചേർക്കുന്നതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. അതിന് കുറച്ചൊരു ടേസ്റ്റ് കൂടെ വരും. പിന്നെ വേണ്ടിയത് ടൊമാറ്റോ പ്യൂരയാ. ടൊമാറ്റോ പ്യൂര ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ തക്കാളി അരിഞ്ഞിടാം, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്തേച്ചാൽ മതി. പിന്നെ അത് ഈ പറഞ്ഞോട്ട് എന്നാ പറയുന്നത്, ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞേച്ചോ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചേച്ച് അതിനെ ഒന്ന് അരച്ചെടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് നമ്മുടെ സ്പൈസസ് പൊടികളാണ്. എന്നാന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി വേണം, കശ്മീരി മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം. പിന്നെ കറിവേപ്പില ഇതിനകത്ത് വേണ്ട, അതിനകത്ത് പകരം ഇഷ്ടം കൂടുതൽ മല്ലിയില ചേർക്കുക. ആൽമണ്ട് ചേർക്കുന്ന ഒരു ചിക്കൻ കറി ആയതുകൊണ്ട് ആൽമണ്ട്സ് നല്ലതായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ കുറച്ച് ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡെക്കറേറ്റിങ്ങിന് കുറച്ച് നെയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലോ ഒന്ന് എന്താ പറയുക വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ക്രഞ്ചിനെസ് നമ്മുടെ കറിക്കകത്ത് കിട്ടും, നല്ല ടേസ്റ്റാണ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാൻ കത്തിച്ച് വെച്ച് എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ച എന്നാന്ന് വെച്ചാൽ ദൈവമേ ഉള്ളി വഴറ്റാനാന്നോ കൊച്ചേ ഇത്ര ഒഴിച്ചെന്നല്ലേ? അല്ല കേട്ടോ, ഞാൻ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ഇറച്ചി ഒന്ന് വറുത്തെടുക്കാൻ പോവാ. വറുത്തെടുക്കുക എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ അത് വറുത്തിട്ടിടുമ്പോൾ അത് ബേസ് ഒരു കാര്യം കേട്ടോ. ഇറച്ചിക്കറി വെക്കുമ്പോൾ എപ്പോഴും ഇറച്ചി ഒന്ന് വറുത്തിട്ടാൽ നല്ലതാണ്, കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരും. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ബാക്കി ഗ്രേവി ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. പക്ഷേ ഇപ്പം ഇവിടെ എന്നാന്ന് വെച്ചാൽ വേവിച്ച ഇറച്ചിയല്ല, അത് പച്ചയ്ക്ക് നമ്മളിങ്ങനെ പെരട്ടി വെച്ചേക്കുമല്ലേ, അന്നേരം എണ്ണയിലോട്ടിട്ട് അതായത് അതിനകത്തെ സ്റ്റോക്ക് എല്ലാം ഇറങ്ങി ഒരു ഷാലോ ഫ്രൈ അത്രേ ഉള്ളൂ. അല്ലാതെ ഡീപ്പായിട്ട് ബ്രൗൺ ആയിട്ട് വറുക്കരുത്, ഒരു ഷാലോ ഫ്രൈ ആയിട്ട് വറുത്ത് കോരിയേച്ചാൽ മതി. അപ്പോൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കണം. പിന്നെ എന്നാന്ന് വെച്ചാൽ അടച്ചിട്ടേ വേവിക്കാവുള്ളൂ. അപ്പോൾ ഇറച്ചി ഇച്ചിരി ഒന്ന് വേവുകയും ചെയ്യും. പിന്നെ നമ്മൾ കറിയിലോട്ട് ഒഴിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന സ്റ്റോക്ക് കുറച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്രേവിയിൽ ഒഴിക്കാൻ നോക്കും. അത് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്തോണം. ഇപ്പം എന്നാന്ന് വെച്ചാൽ എണ്ണ ചൂടായി ഇത്രയും പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 10 മിനിറ്റ്സ് പോരാ, ഒരു 5 മിനിറ്റ്സ് ഒക്കെ മതി കേട്ടോ. അപ്പോൾ ഇന്ന് കോഴി ഇത് എണ്ണ ചൂടായിട്ട് ഞാൻ കോഴി വറുക്കാനിടാം. നമ്മുടെ ചിക്കന് ഇവിടെ റെഡി ആയിട്ട് ഒരു ഷാലോ ഫ്രൈ അല്ല, പക്ഷേ എന്താ പറയുക ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം ഇച്ചിരി ബ്രൗൺ ആയിട്ട് തന്നെയാണ് വറുത്തേക്കുന്നത്. ഒത്തിരി ഡീപ്പാക്കി വറുത്താൽ കുറച്ച് കട്ടിയായി പോവും, അത് വേണ്ട, നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഒരു ഇച്ചിരി ഷാലോ ഫ്രൈ പോലെ ചെയ്തേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ആ ബാക്കി എണ്ണയ്ക്കകത്ത് ഒരുപാട് എണ്ണയൊന്നുമില്ല, ഒരു ഇച്ചിരി എണ്ണയുള്ളൂ, ബാക്കി എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഉള്ളി ഇടണം. ഉള്ളി എന്ന് പറയുമ്പോൾ അതിന് വഴറ്റാൻ ഒരു ഇച്ചിരി നേരം എടുക്കും. എന്നാന്ന് വെച്ചാൽ അതൊരു ബ്രൗൺ കളർ ആവില്ലെങ്കിൽ അതൊരു എന്നാ പറയുക ഉള്ളിക്കൊരു ഒരു എന്നാ പറയുക പച്ചച്ചോ വരികയല്ലേ, അതുകൊണ്ട് അത് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവണം. അത് ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. പിന്നെ ഈ ഉള്ളി ഒരു ഇച്ചിരി വേഗം മൂക്കാനായിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു സാധനം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ്. ഈ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോണം, പിന്നെ നമ്മൾ കറിയിൽ ചേർക്കുമ്പോഴത്തേക്ക് ഉപ്പ് കൂടിപ്പോകരുത്. ഇത് ഇവിടെ ഇരുന്ന് മൂക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് എന്നാന്ന് വെച്ചാൽ സ്പൈസസ് എല്ലാം കൂടെ പൊടിക്കാനുണ്ട്. അത് ഏത് സ്പൈസാന്ന് വെച്ചാൽ നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചേക്കുമല്ലേ. അപ്പോൾ അത് ഒന്നും ഞാൻ പൊടിച്ചെടുക്കത്തില്ല. അതിന് പകരം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അതാട്ടോ എപ്പോഴും ചിക്കൻ കറിക്കൊക്കെ നല്ലത്. അപ്പോൾ ഇതിനകത്ത് വേണ്ടിയ സ്പൈസസ് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഗ്രാമ്പൂ, പട്ട ഒരു കഷ്ണം മതി, കുറച്ച് ജീരകം. ജീരകം ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒത്തിരി ജീരകം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ അത്രേ ഉപയോഗിക്കുമല്ല, കാര്യം ജീരകത്തിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കുവേ. പിന്നെ കുറച്ച് ഏലക്കായ. ഏലക്ക മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ നിൽക്കാത്ത. ഏലക്കായും കറിവേപ്പിലയും ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു 4 പറഞ്ഞാൽ ഒരു 6 എണ്ണം ഇട്ടു പോകും. ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളൂ, അത് മാത്രം മതി. ഉള്ളി ഒരു ഇച്ചിരി ഒന്ന് വാടിയേച്ചു. ഇനി നെക്സ്റ്റ് ഇടാൻ പോകുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എന്ന് പറയുമ്പോൾ വാങ്ങിക്കുന്നത് 3 സ്പൂൺ ഇടരുത്. നമ്മൾ വീട്ടിൽ ചതയ്ക്കുകയാണെങ്കിൽ 1.5 സ്പൂൺ, അതായത് 1.5 സ്പൂൺ വെളുത്തുള്ളിയും 1.5 സ്പൂൺ ഇഞ്ചിയും ഇടുക. അതല്ല മേടിക്കുന്നതാണെങ്കിൽ 2 സ്പൂൺ ഇട്ടേച്ചാൽ മതി. അതിനൊരു എന്നാ പറയുക നമ്മൾ വീട്ടിൽ ചതയ്ക്കുന്നതിൻ്റെ ആ ഒരു ഇതില്ല മേടിക്കുമ്പോഴത്തേക്ക്.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി മേടിച്ചതാ, അതുകൊണ്ട് ഞാനൊരു 2 സ്പൂണേ ഇടുകയുള്ളേ. ഇത് രണ്ടും കൂടെ ഇതിനകത്ത് കിടന്ന് നല്ലതായിട്ട് ആ എണ്ണയിൽ കിടന്ന് ഇറച്ചി വറുത്ത അതേ എണ്ണയിൽ തന്നെ നല്ലതായിട്ട് ഒന്ന് മൂക്കണം, ഒന്ന് ബ്രൗൺ കളർ ആവണം, അതാ കണക്ക്. ഉള്ളി ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട്, നോക്കിയാൽ അറിയാം. അത് ഒരു എന്നാ പറയുക, ഒരുപാട് അങ്ങ് ബിരിയാണിക്ക് വറക്കുന്ന കൂട്ട് അങ്ങ് മുരിഞ്ഞു പോകണ്ട, എന്നാലും അതൊരു ഇച്ചിരി ബ്രൗൺ ആയാൽ മാത്രം മതി. ഇനിയാണ് നമ്മുടെ സ്പൈസസ്, അതായത് നമ്മുടെ പൗഡർ എല്ലാം ചേർക്കാൻ പോവാണേ. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവ് അനുസരിച്ച്. ഇതിന് വലിയ എരിവില്ല കേട്ടോ, ഇത് ഭട്ടൂരയുടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് കാശ്മീരി മുളകാണ് ഇടുന്നത്, അതുകൊണ്ട് ഒരു 4 ടീസ്പൂൺ. അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇനി എന്നാന്ന് വെച്ചാൽ ഈ പൊടിയെല്ലാം ഒന്ന് മൂക്കണം. എണ്ണയെല്ലാം നല്ലതായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് അധികം സമയം എടുക്കുകയില്ല പൊടിയെല്ലാം മൂക്കാനായിട്ട്. ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ പ്യൂരയില്ലേ, അത് ഇതിനകത്തോട്ട് ഒഴിക്കണം. 1 കിലോയ്ക്ക് ഒരു 3 ടൊമാറ്റോ ആണ് കണക്ക്, അതനുസരിച്ചുള്ള ടൊമാറ്റോ പ്യൂരയായിട്ട് മേടിക്കുവാണെങ്കിൽ അത് ചേർത്താൽ മതി. ഇതങ്ങോട്ട് ഒഴിച്ചേച്ച് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയില്ലേ, അത് ഇതിനകത്തോട്ട് ചേർക്കണം. മസാലയും ടൊമാറ്റോ പ്യൂരയും എല്ലാം കൂടെ ഈ ഒരു എന്നാ പറയുക, ഇപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയില്ലേ, ഇതിനകത്ത് കിടന്ന് ആ വെള്ളമെല്ലാം പറ്റി ആ എണ്ണയൊന്ന് സൈഡിലൊന്ന് തെളിയണം. ആ സമയം അതേ ബ്ലെൻഡറിൽ നമ്മൾ ഈ ആൽമണ്ട് കംപ്ലീറ്റ് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചോ, നമ്മൾ ആ ബദാം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു വെച്ചില്ലേ, അത്രയും മതിയാവും. പോരെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് വെച്ച് അങ്ങൊന്ന് അരച്ചെടുത്താൽ മതി. ഇച്ചിരി നേരം ഒന്ന് അടച്ചിരിക്കട്ടെ, അപ്പോൾ ആ പൊടി ഒന്ന് വെച്ചിരുന്ന് വേവും. അരഞ്ഞില്ല, നമ്മൾ അത്രയും വെള്ളം പോരാ, ഇച്ചിരി കൂടി വെള്ളം വേണേ. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം, ഒട്ടും കൊത്തു പാടില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ബദാമിൻ്റെ ഈ ഒരു കൊഴുപ്പാന്നു നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുത്തുന്നത്. അതേപോലെ ഇത് നല്ല ബദാം ആൽമണ്ട് ചിക്കൻ കറിയാണ്, അന്നേരം പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ വരുത്തുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പേസ്റ്റാണ്. എണ്ണയൊക്കെ ഇച്ചിരി ആയിട്ട് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളേ, അന്നേരം എന്നാന്നോ പെട്ടെന്ന് ആ വെള്ളം പറ്റുന്ന നേരം കൊണ്ട് ആ വരുന്ന ആവി ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ വരുന്ന ആവി തന്നെ ഇരുന്ന് ആ പൊടി ഒന്ന് വേവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്ക് വേണ്ടിയത് ആ എണ്ണ തെളിയാനും കൂടി ഉള്ളതാണ്, അന്നേരം ആ എണ്ണ തെളിയുകയും കൂടെ ചെയ്യും. ആ സമയം നമ്മൾ എന്നാ ചെയ്യണം, നമ്മുടെ ബദാം അരയ്ക്കണം. കണ്ടോ, എണ്ണയും തെളിയുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ പൊടിയും നല്ലതായിട്ട് വേവും. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എണ്ണ ചിക്കനിലിട്ട് വറുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയുടെ ആ ചിക്കൻ്റെ സ്റ്റോക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ പ്രത്യേകം വേവിച്ച് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വെള്ളം കിട്ടും, അത് സ്റ്റോർ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ ചിക്കൻ എണ്ണയിലിടുമ്പോൾ ആ സ്റ്റോക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വറുക്കാനിടുന്ന ചട്ടി ഉണ്ടല്ലോ, ഇച്ചിരി നേരം ഒന്ന് അത് ചിക്കൻ ഇട്ടേച്ച് ഒന്ന് അടച്ചിടണേ. അടച്ചിടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഊറും. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ചിക്കൻ സ്റ്റോക്കാണ് ഇത്. അങ്ങനെ നമുക്ക് എടുക്കാൻ നോക്കും, പക്ഷെ ഇത് കുറച്ച് മെനക്കെട്ട ഒരു ഏർപ്പാടായതുകൊണ്ട് ഞാൻ അധികം പറയുകയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ പ്രത്യേകം ചിക്കൻ ഒന്ന് വേവിച്ചേച്ച് ആ വെള്ളം എടുക്കുന്ന ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ എടുക്കുന്ന വെള്ളത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഇതിനുണ്ടാവും. കാര്യം ആ ഫ്രൈഡ് ഒരു ചിക്കൻ വറുത്ത് വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റും കൂടി ഇതിനകത്തോട്ട് കലരും. അപ്പം അത് കുറച്ചുകൂടെ ഒരു ഫ്ലേവേർഡാണ്. പിന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ചിക്കൻ ഒന്നുകൂടെ വറുക്കുക, സെയിം സാധനം ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
ഇനി എന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രേവി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഗ്രേവി, അതിൻ്റെ ആ പച്ചച്ചൊവ ശരിക്കും ഒന്ന് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്കും ആ ഒരു കറി എന്നാ പറയുക, ആ ഒരു പച്ചച്ചൊവയുണ്ടല്ലോ എല്ലാ പൗഡറിൻ്റെയും സ്പൈസസിൻ്റെയും എല്ലാത്തിൻ്റെയും ഉണ്ട്, അതെല്ലാം മുന്നിട്ട് നിൽക്കും. അപ്പോൾ എന്നാ വെച്ചാൽ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ 2-3 ടൈംസ് വെള്ളം ഒഴിച്ചു, അത് പോയിട്ട് നമ്മൾ ഇനി എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പകുതി ഒരു വലിയ സ്പൂൺ ഒഴിച്ചേച്ചാൽ മതി. വറുത്തോണ്ടിരിക്കുന്ന ഇറച്ചിക്കകത്ത് നിന്ന് സ്റ്റോക്ക് എടുക്കാൻ അത്ര കൈവാക്ക് പോരാന്നുണ്ടെങ്കിൽ സേഫ് സൈഡ് മറ്റേത് തന്നെ ചെയ്തേച്ചാൽ മതിയേ. ആ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്നാ പറയുക കറിയിൽ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ടു കൊടുക്കും. ഏതൊരു കറിക്കും ശരിക്കും പറഞ്ഞാൽ രുചി വരുന്ന എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഈ വഴറ്റുന്ന സമയത്താണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസ് ചെയ്തു പോയാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റേ വരികയില്ല. എളുപ്പത്തിൽ ഏതൊരു കറിയും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുവേലേ. ഇപ്പം എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, ആ ഇട്ട പൊടിയെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. അടച്ചിട്ട് വേവിക്കുമ്പം നമ്മൾ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ വറുക്കുന്ന സമയത്ത് തന്നെ ഒരു 3/4 കൂടുതൽ നല്ലതായിട്ട് വേവും. പക്ഷേ എന്നാലും നമുക്ക് ആ ചിക്കനകത്തോട്ട് ഈ സ്പൈസിനെസ് കംപ്ലീറ്റ് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഇച്ചിരിയും കൂടി ആ വെള്ളം ഒഴിച്ച് ആ സ്പൈസ് കിടന്നൊന്ന് തിളച്ച് ഈ നമ്മുടെ ആൽമണ്ട് പേസ്റ്റും എല്ലാം ചേർത്താലേ ഒക്കെ ഉള്ളൂ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരപ്പ് നമ്മുടെ ചിക്കനേൽ നല്ലതായിട്ടൊന്ന് തേച്ച് ആ തവി കൊണ്ട് തന്നെ ഒന്നിങ്ങനെ അതിനകത്ത് അങ്ങ് പുരട്ടിയെടുക്കണം. ഇനി ഈ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബദാം ചേർത്തിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ കുറച്ച് ഒന്ന് ഈ പറഞ്ഞ കൂട്ട് അതൊന്ന് കുറുകും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എന്തോരം ഗ്രേവി വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് അതനുസരിച്ച് വേണം സ്റ്റോക്ക് ഒഴിക്കുന്നതും ആ വെള്ളം ചേർക്കുന്നതും. ഇനി നമ്മൾ ആദ്യം ഉപ്പ് ഉള്ളി വഴറ്റിയപ്പോഴാണ് ചേർത്തത്, ഇനി ഒരു ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞേച്ച് നമ്മൾ ചേർത്താൽ മതി. കുറേ നേരം കൊണ്ട് ഞാൻ ഈ സ്പൂൺ ഇങ്ങനെ ഇടുന്നു, പക്ഷെ ഒരുപാട് അങ്ങ് ഇടുന്നതല്ല, ഇച്ചിരി വീതം ഇട്ട് കൊടുക്കുന്നതാണേ. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നിറച്ച് മല്ലിയിലയാണ്. എനിക്കൊരു ഇച്ചിരി കുറച്ച് ഇതിനകത്ത് കരുതണം. എന്നാന്നറിയോ, ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണം, അതുകൊണ്ട് മുഴുവൻ ഇടുകയല്ല. ഇച്ചിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടു. ഇപ്പോഴത്തെ കറി തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ എന്നാന്ന് വെച്ചാൽ ആ കറി നല്ല തിക്കാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം എന്തോരം നമുക്ക് ആ കറിക്ക് തിക്നെസ് വേണം. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തീ കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഇട്ട് കൊടുക്കണം. എന്നാത്തിനാണെന്നറിയാവോ, ആ ഗ്രേവി എല്ലാം നമ്മുടെ ചിക്കനെ പിടിക്കണം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് സമയം അതിനായിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം ചെറിയ തീയലിട്ട് കൊടുത്തേച്ച് വേണം ആ ചിക്കനകത്തോട്ട് ആ സ്പൈസിനെസ് കംപ്ലീറ്റ് പിടിക്കാൻ. നമ്മൾ വറുത്തേക്കുമല്ലേ, അന്നേരം കുറച്ചൊരു ഹാർഡ്നെസ് ആ ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഗ്രേവി കിടന്ന ആൽമണ്ടും സ്പൈസസും എല്ലാം ചേർന്ന് വരാൻ മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും കൊടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ തീ കുറയ്ക്കാവുള്ളൂ. തീ കുറച്ച് പിന്നെ അതിനകത്ത് കിടന്ന ആ ചിക്കൻ പുരട്ടിയെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കറിയായിട്ടെടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ വാങ്ങാൻ നേരം ഒരു കാര്യം കൂടെ ചെയ്തോളൂ, കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ട് കുറച്ച് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ടാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിറച്ച് മല്ലിയിലയിട്ട് നല്ല ചൂട് ഭട്ടൂരയുടെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ
അല്ലെങ്കിൽ നാണിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാട്ടോ. അത് നല്ല ചൂടോടെ വേണം പിള്ളേരെ അടുക്കളയിലോട്ട് പിടിച്ചിരുത്തി ടേബിളിൽ ഇരുത്തി വെച്ച് നല്ല ചൂട് ബട്ടൂരയും ചുട്ട് കൊടുക്കണം, ഈ കറിയും കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇപ്പം എന്തായാലും നമ്മളൊരു ആൽമണ്ട് ചിക്കൻ കറിയാണ് ചെയ്തത്. ആൽമണ്ട് ഇസ് ബേസിക്കലി ക്രഞ്ചി അല്ലേ. നമ്മൾ ആൽമണ്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ പറയാം. ഞാൻ വലിയ ഡയലോഗ് ഇറക്കിയില്ല, എന്നതാ ആൽമണ്ട് ഇസ് ക്രഞ്ചി, അപ്പം നമുക്ക് ഇച്ചിരി ഒരു ക്രഞ്ചി ബ്രേക്ക് ഒക്കെ പോവാന്ന്. പക്ഷേ ഇതിനകത്ത് ക്രഞ്ചിനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരികയില്ല. കുറച്ചൊരു ക്രഞ്ചി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സ് നമ്മൾ പറഞ്ഞില്ലേ ഇതേപോലെ എണ്ണയിൽ വറുത്തൊന്ന് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ എന്നാ ചെയ്യാൻ, എല്ലാ അമ്മമാർക്കും അബദ്ധം പറ്റുന്ന പോലെ എനിക്കും അബദ്ധം പറ്റി. എന്നാന്ന് പറയുക, കയ്യിലിരുന്ന് മുഴുവൻ അരച്ചിനകത്തോട്ട് അങ്ങിട്ട് അന്നേരം എൻ്റെ കയ്യിൽ ബാക്കി ഒന്ന് വറുത്തിടാനും മാത്രം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ക്രഞ്ചിനെസ് കടിക്കുമ്പോഴത്തേക്ക് വരുവേല. പക്ഷേ എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടേസ്റ്റാണ്. ഉള്ള കാര്യം പറയാം. പക്ഷേ ഈ പറഞ്ഞ കൂട്ടി എന്നെ അപ്പത്തം പറ്റിയ പോലെ നിങ്ങൾക്കാർക്കും പറ്റരുത്. കുറച്ചൊന്ന് മാറ്റി വെച്ചേച്ച് ഒന്ന് അരിഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞേച്ച് ഇച്ചിരി വറുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ സ്പൈസിനെസ് എനിക്കല്ല വിട്ടുതരുന്നത്, കംപ്ലീറ്റ് എൻ്റെ വീട്ടമ്മമാർക്ക് വിട്ടു തരുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക എരിവ് ചേർക്കാവുന്നേ ഉള്ളൂ. കാശ്മീരി മുളകല്ല മറ്റേ സാധാ മുളക് ചേർക്കുവാന്നേൽ ഇച്ചിരി എരിവ് കിട്ടും. എനിക്ക് പൊതുവേ ഞാൻ പറഞ്ഞില്ലേ പിള്ളേരൊക്കെ പൊതുവേ ഇച്ചിരി എരിവ് കുറവായതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചേ ചെയ്യാറുള്ളൂ. അത് എൻ്റെ രീതി. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ഇച്ചിരി സ്പൈസി ആക്കണമെന്ന് വിചാരിച്ചു. എന്നാന്നറിയോ, ഒരു കുടുംബകലഹമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് വരുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യൽ ഗസ്റ്റാണ്. എന്നാന്നറിയോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കോഴിപ്പോര് കേട്ടിട്ടുണ്ട്, ഈ കാളപ്പോര് കേട്ടിട്ടുണ്ട്, പിന്നെ ഈ നാത്തൂമ്പോരും കേട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ വരുന്ന ഗസ്റ്റ് 2 പേരും നാത്തൂമാരാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇവർ 2 പേരെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ഭയങ്കര സോഫ്റ്റ് പേഴ്സൺസ് ആണ്. അവരിങ്ങനെ വർത്താനം പറയുന്നത് പോലും ഭയങ്കര എന്നാ പറയാ അടക്കി ഒതുക്കി ഒക്കെ ഇങ്ങനെ വർത്താനം പറയുന്നത്. നമ്മുടെ അടുക്കളയിൽ വന്നേച്ച് ഈ വല്ല കാര്യവും നടക്കുമോ ഒക്കെ അല്ലേ എല്ലാവരും വന്ന് പറയുന്ന ചീത്ത നിങ്ങൾ കേൾക്കുന്നതല്ലേ, ഒരു 5 മിനിറ്റ് മിണ്ടാതിരിക്കാവോ എന്ന്. വരും നാത്തൂമാര് വന്നേ സന്തോഷം. നമ്മുടെ ഞാൻ പറഞ്ഞ 2 നാത്തൂമാർ ഇതാണ്. നാത്തൂമാര് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അതറിയോ, നിങ്ങൾ എങ്ങനെ നാത്തൂമാരായി എന്നുള്ളത് അറിയാൻ തോന്നണോ? എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി വേണമെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യട്ടെ, മേഘ്ന ചെയ്യുന്നോ അതോ ഡിംപിൾ ചെയ്യുന്നോ? ഞാൻ പറയാം ഡിംപിളിന്റെ ബ്രദറാണ് മേഘ്നെ കല്യാണം കഴിച്ചത്. കറക്റ്റ് ആണോ? ഓക്കെ. അപ്പൊ ഇനി തിരിച്ച് ഉള്ള വല്ലതുണ്ടോ? അങ്ങോട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പം ഒരു ആ റിലേഷനാണ് ഇവര് തമ്മിൽ നാത്തൂനായത്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ 3 പേരും ഇതിനകത്ത് ചേരാത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് നാത്തൂനായിട്ടൊന്നും വേണമെന്നില്ല, നമ്മുടെ 3 പേരുടെ ഭാഷ. ഞാൻ കോട്ടയംകാരിയാ, അന്നേരം പിന്നെ ഓള കാര്യം പറയാലോ, ഞാൻ പോലെ വർത്താനം പറയത്തുള്ളൂ. നമ്മൾ എവിടുന്ന പോലെ കൊച്ചി മനസ്സിലായല്ലോ. ഡിംപിൾ എവിടുന്ന? ഞാൻ തൃശ്ശൂര്. നിങ്ങൾ ഞാൻ ബേസിക്കലി ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറയാം, നിങ്ങൾക്ക് 2 പേരും ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, ഭയങ്കര ഒതുങ്ങിയ പെൺകുട്ടികളാണ്. എന്ത് ഡിംപിൾ ഇങ്ങനെ ചിരിക്കുന്നത്? അതല്ല, നമ്മള് കുറച്ച് സമയമല്ലേ സംസാരിച്ചുള്ളൂ, ഞങ്ങളുടെ തനി സ്വഭാവം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു. നമ്മൾ വിചാരിച്ചു ഭയങ്കര ശുദ്ധമുള്ള നല്ല കുട്ടികളെയൊക്കെ ഇനി കാണാലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ. ഇപ്പൊ 10 മിനിറ്റ് കഴിയുമ്പോ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ചേച്ചി പറയും കുറച്ചു നേരം ഒന്നും മിണ്ടാണ്ടിരിക്കും മക്കള്. ഞാൻ ഒരു സത്യം ഇവിടെ ചോദിച്ചോട്ടെ, ഈ പറഞ്ഞില്ല 5 മിനിറ്റ് സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ എന്ന്. അപ്പൊ ചെന്ന വീട്ടിൽ ഇപ്പൊ എത്രത്തോളായി? ഇപ്പൊ ഞങ്ങളോട് പറയും കുറച്ചു നേരം ഒന്നും മിണ്ടാണ്ടിരിക്കും. അപ്പൊ വീട്ടിൽ ചെന്നപ്പോ വിചാരിച്ചു ഭയങ്കര ഒതുങ്ങിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും, അധികം ആരോടും മിണ്ടുകയല്ലാന്നൊക്കെ അല്ലേ. എന്നെ നേരത്തെ അറിയായിരുന്നു. ഞങ്ങള് 1 കൊല്ലം മുമ്പേ കല്യാണം ഉറപ്പിച്ചിട്ടതാണ്. അപ്പൊ കല്യാണത്തിന് മുൻപേ ഇമേജ് ഒക്കെ പോയി, ഇംപ്രഷനൊക്കെ പോയി. പിന്നെ എന്നെ കുറിച്ചൊരു ഇമേജ് ഉണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി പതുക്കധികം സംസാരിക്കാത്തൊരു ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോ വീണ്ടും ഇമേജ് പോയി കിട്ടി. ഈ നാത്തു വന്ന് കേറിയപ്പോഴാണോ ആ ചേഞ്ച് വന്നേ? ശരിക്കും പറഞ്ഞാൽ ഞാന് നല്ലൊരു കൊച്ചിനെ ഇല്ലാതാക്കി. ഞാൻ എന്റെ കൂടെ കൂടിയിട്ടല്ല, കൂടെ കൂടിയിട്ടാണ്. ഓ അങ്ങനെ. അപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു, കുറെ തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. നമുക്ക് അതിനെയൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം.
നാത്തൂമാരുടെ വിശേഷം കേൾക്കാൻ ഭയങ്കര രസമായിട്ടോ. എനിക്കും ഉണ്ട് ഒരു നാത്തൂനെ. പോരുന്നില്ല കേട്ടോ. നിങ്ങൾ പോരുണ്ടോ? ഇതുവരെ പോരൊന്നുമില്ല. ഇല്ല. ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ നിങ്ങൾ? നിങ്ങൾ ശരിക്കും എങ്ങനെയാ തമ്മിൽ കണ്ടേ? ഞങ്ങൾ ആദ്യം ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച്. അത് തീരെ കുഞ്ഞില്ല, ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പിങ്കി 4th പഠിക്കുമ്പോ. എനിക്ക് ഒന്നിച്ച് കളിച്ചതൊക്കെ ഓർമ്മയുണ്ട്. ഡിമ്പിളിന്റെ കൈ പിടിച്ച് കളിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും അന്നത്തെ ഓർമ്മകളൊക്കെ പറയും. എനിക്കങ്ങനെ കുറെ ഓർമ്മകളൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. ഹെയർ സ്റ്റൈലൊക്കെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിങ്കിയുടെ ഭയങ്കര സുന്ദരിയായിരുന്നു അന്ന് കാണാൻ. ഇന്ന് സുന്ദരിയാണ്, അന്ന് പക്ഷെ ഇതിനേക്കാളും സുന്ദരിയായിരുന്നു. അങ്ങനെയായിരുന്നു. ശരി. അപ്പൊ നിങ്ങൾ അന്ന് പോലെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയോ? അന്ന് ആ സമയത്ത് ചെറുതല്ലേ, ആ സമയത്ത് പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ വലുതായതിനു ശേഷം താരോത്സവം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമില് റിയാലിറ്റി ഷോ ആയിരുന്നു, ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു അതിൽ. അപ്പം അത് ആ ഒരു എന്താ പറയാ, ആ ഒരു പരിചയം ഞങ്ങൾ ഒന്നും കൂടെ പുതുക്കി. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കാണുക. പിന്നെ അതിനുശേഷം ഞങ്ങളൊന്നും അധികം കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം രണ്ടുപേരും അധികം ഫോൺ യൂസ് ചെയ്യാത്ത ആൾക്കാർ. രണ്ടാളും സൈലന്റ് ആണ്, രണ്ടാളും ഫോൺ യൂസ് ചെയ്യാത്ത. അന്ന് അങ്ങനെയായിരുന്നു. വിശ്വസിക്കാനേ ഒരു തീരെ കൂടെ പ്രയാസം. ഓക്കെ. അപ്പൊ രണ്ടുപേരും അധികം ഫോൺ യൂസ് ചെയ്യാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫാമിലീസ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കും. എൻ്റെ അമ്മയും മമ്മിയും കൂടിയിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. പിന്നെ താരോത്സവത്തിൽ വെച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും ക്ലോസ് ആയി. അപ്പൊ അന്ന് ഞാൻ 10th പഠിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആദ്യം ഇങ്ങനെ പറയുന്നത്, നമുക്ക് ഡോൺ ചേട്ടന് വേണ്ടി ആലോചിച്ചാലോ എന്ന്. ഡോൺ ചേട്ടൻ 10th ക്ലാസ് പഠിക്കുമ്പോ അങ്ങനെയാണ് ഞാൻ മമ്മിയോട് പറയുന്നത്, നമുക്ക് ഡോൺ ചേട്ടന് വേണ്ടി ആലോചിച്ചാലോ. അപ്പൊ പിന്നെ അന്ന് ആലോചിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പിന്നെ ഞാൻ വീണ്ടും ഡോൺ ചേട്ടന്റെ കല്യാണം ആലോചിച്ചപ്പോ ഞാൻ വീണ്ടും ഈ ടോപ്പിക് എടുത്തിട്ട് അത് മനസ്സിൽ വെച്ചെങ്കിലും ഈ കുട്ടിയെ ഒന്ന് വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ള ഒരൊറ്റ എയിം. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും ഏറ്റവും നല്ലൊരു ഫ്രണ്ട് കൂടെ വന്നാൽ, നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ കുറച്ചുകൂടെ ഒരു ഓപ്പൺ അപ്പ് ആവാം, എല്ലാ ദുഃഖങ്ങളും സന്തോഷവും എല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ. ഡിംപിളിന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിലാണ് ഡിംപിളിനെ തിരിച്ചു അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കത്തിയാ മതിയല്ലോ. ഓക്കെ. അതൊന്നുമല്ല. പക്ഷെ ഈ ഡിംപിൾ ഈ പറഞ്ഞ കൂട്ട് അത്രയും സെൻസിയറായിട്ട് ആ ഒരു ഫ്രണ്ടിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത്രയും എന്താ പറയാ പോസസീവായിട്ട് ചിന്തിച്ചില്ലേ, അത് തന്നെ വലിയൊരു കാര്യല്ലേ. ഓക്കെ. പിന്നെ കല്യാണം അത് കഴിഞ്ഞിട്ട് ആലോചിച്ചോ? അത് കഴിഞ്ഞിട്ട് ആലോചിച്ചു. അപ്പൊ പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് കല്യാണം പറ്റില്ല, അപ്പോൾ കുറച്ച് നാൾ ഗ്യാപ്പ് വേണം എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ ആ സമയത്ത് ഡോൺ ചേട്ടൻ അപ്പോൾ വേറെ പ്രൊപ്പോസൽസ് നോക്കി തുടങ്ങി. പിന്നെ ഞങ്ങളുടെ അമ്മാമ്മ മരിച്ചപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു, എന്നാൽ കുറച്ചും കൂടി നമുക്ക് തള്ളി വെക്കാം, ഇനി പിന്നെ ഫ്രഷ് ആയിട്ട് ആലോചിക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും കല്യാണം ഡോൺ ചേട്ടൻ നീട്ടി വെച്ചു. വീണ്ടും നമ്മൾ ഡോൺ ചേട്ടൻ്റെ കല്യാണം ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് പിങ്കിയുടെ അമ്മ മമ്മീനെ വിളിച്ചു. ഒരു 3 വർഷത്തിന് ശേഷം 3 വർഷം അങ്ങനെ തള്ളിപ്പോയി. ഞങ്ങളുടെ ലൈഫിൽ പോയി, പിങ്കി അങ്ങനെ പോയി. പിന്നെ 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ പ്രൊപ്പോസൽ വീണ്ടും തിരിച്ചു വന്നു. അപ്പം എനിക്ക് തോന്നുന്നു ചേട്ടന്റെ വിധിച്ചേക്കും. മമ്മി ഇപ്പോഴും പറയും, ഒരു വട്ടം വന്ന് അത് നീങ്ങിപ്പോയി, വീണ്ടും വന്ന് നീങ്ങിപ്പോയി, വീണ്ടും അതന്നെ വന്നപ്പോ അത് ഭയങ്കര ജോഡികളാ, അതുകൊണ്ട് അത് കൂടിയത്. ഓക്കെ. ഡിംപിളിന്റെ ബ്രദറാണ് മേഘ്നനെ കല്യാണം കഴിച്ചതെന്ന് മനസ്സിലായി. ഇനി ഡിംപിളിന്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ആൻസൺ. ചെറായിലാണ് വീട്. ഞങ്ങൾക്ക് ബിസിനസ്സാണ്, സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ആണ്. ഓക്കെ. അപ്പൊ കല്യാണത്തിന് നിങ്ങളുടെ കല്യാണം ഏകദേശം വലിയ വ്യത്യാസമല്ല ഡേറ്റില്? ഇല്ല, ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒന്നിച്ചായിരുന്നു, ഒരു സ്റ്റേജിൽ ഒരു പള്ളിയിൽ ഒന്നിച്ചായിരുന്നു. കല്യാണം എൻ്റെ ആദ്യം, 4 ദിവസം കഴിഞ്ഞിട്ട് പിങ്കിയുടെ. പിന്നെ നിങ്ങൾക്ക് ഈ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു നല്ലൊരു അനുഭവങ്ങൾ, അതായത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു? കൊറേ ഉണ്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. തായ്ലൻഡ് ട്രിപ്പ് നല്ലതായിരുന്നു ഞങ്ങളുടെ. അവിടെ തന്നെ അബദ്ധം പറ്റിയോ? അവിടെ അബദ്ധങ്ങളേ ഉള്ളൂ, ശരിക്കുള്ള കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അവിടെ അബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളൂ. അവിടെ ചെന്ന് എന്നാ കാണിച്ചു? അവിടെ മെയിൻ ഞങ്ങളുടെ പ്രശ്നം ഭാഷയായിരുന്നു. ഞങ്ങള് പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവില്ല, അവര് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പൊ അവരുടെ ലാംഗ്വേജിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഭാഷ പഠിച്ചോ? പിങ്കി കുറച്ചൊക്കെ പഠിച്ചു. ഒന്ന് പറഞ്ഞിടോ. നാം ഇങ്ങനെ പറയാൻ പറ്റില്ല, നേസൽ സൗണ്ടോട് പറയണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതിപ്പോ മലയാളം പോലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, നേസൽ സൗണ്ടിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അവിടെ. അങ്ങനെയാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വെള്ളം.
നമ്മള് വെള്ളം മാത്രം മറക്കുകയല്ലേ, ഏത് നാട്ടിൽ പോയാലും പരമേശ്വരൻ വന്നാ എന്നെ ഇച്ചിരി വെള്ളം വേണോന്ന് ചോദിക്കണമല്ലോ. ആംഗ്യഭാഷ ഒന്നും മനസ്സിലാവുമല്ലോ അവർക്ക്. ആംഗ്യഭാഷ ഒരു വട്ടം അതായത് ഞങ്ങള് ചുമ്മാ ഇങ്ങനെ ഷോപ്പിംഗ് എന്നും പറഞ്ഞ് ഇറങ്ങിക്കുക. അപ്പൊ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും പോയിട്ട് ഇത് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ അവിടെ എല്ലാ സംഭവം പിസ്സ ബർഗർ ഒക്കെ ഉണ്ടത്, പക്ഷെ ഫ്രോസൺ ആണ്. അപ്പൊ ചൂടാക്കി കിട്ടണം നമുക്ക്. ഇവർക്ക് എന്ത് ചെയ്താ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണ്ടേ. അപ്പൊ ഞങ്ങള് ഒരാൾ ഇംഗ്ലീഷ് പറയുന്നു, ഒരാൾ ഹിന്ദി പറയുന്നു. ആൻസന് ഹിന്ദിയും ഇതൊക്കെ അറിയാം. അപ്പൊ ഹിന്ദി പറയുന്നു, മലയാളത്തിൽ വരെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയുമില്ല. അതാണെങ്കിൽ വിശന്നിട്ട് കൊടല് വരിക. ലാസ്റ്റ് ഞാൻ സാൻഡ്വിച്ച് എടുത്തിട്ട് വന്നു. അപ്പൊ ഒരു ഓവൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഓവൻ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അവർക്ക് കാര്യം പിടികിട്ടി ഉടനെ ചൂടാക്കി തന്നു. ഡാൻസ് പഠിച്ചാൽ ഇങ്ങനെയും കുറച്ച് ഗുണങ്ങളുണ്ട്. വേറൊരെണ്ണം കൂടി ഉണ്ട്. ഞങ്ങള് മോളില് പോയി ഒരുമിച്ച്. അതും പാതിര 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട്. മോള് ജസ്റ്റ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പിറ്റേ ദിവസം പോരാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാ. അപ്പൊ ഞാനും ആൻസൺ ചേട്ടനും ഞങ്ങൾ 4 ആൾ ഒന്നിച്ചാ നടന്നിരുന്നേ. എപ്പോഴും ഒരു പോയിന്റ് എത്തിയപ്പോ ഞാനും ആൻസൺ ചേട്ടനും എങ്ങോട്ടോ തിരിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞങ്ങളെ കാണാനില്ല. ഇവര് ഞങ്ങളുടെ കയ്യിലാന്ന് വെച്ചാൽ ഫോണ് ഇവരുടെ രണ്ടുപേരുടെ ഫോണില്ല. ആകെ ടെൻഷനായി. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അയ്യോ എനിക്ക് ആകെയുള്ളൊരു പെങ്ങളാണ്, ആൻസൽ ഇവിടെ എങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ. പുള്ളി കരയാനൊക്കെ തുടങ്ങി. ലാസ്റ്റ് മോളിന്റെ സെന്ററിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ നിന്ന് വിളിക്കുക, ഡിംപിളേ ഡിംപിളേ വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോൺ ചേട്ടൻ ഇങ്ങനെ നിന്ന് വിളിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, നിനക്കറിയില്ല എനിക്ക് ആകെയുള്ളൊരു പെങ്ങളാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം. ലാസ്റ്റ് അവിടെ കിടന്ന് ഓടുക മുകളിലേക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞു അവര് മുകളിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്കവാറും അവര് മുകളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോൺ ചേട്ടൻ ഞാനും കൂടെ ഓടി മുകളിലേക്ക് പോയിട്ട് അവിടെ ഡോൺ ചേട്ടൻ നിൽക്കാൻ പറ്റുന്നില്ല ടെൻഷൻ കാരണം. പിന്നെ ഇറങ്ങി താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോൺ ചേട്ടൻ അവർ മുകളിലുണ്ടാവുന്നു, നിൽക്ക് ഞാൻ ഇവരോട് ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു, എങ്ങനെ ചോദിക്കാനാ, ആരോട് എന്ത് ഭാഷ ചോദിക്കാനാ? ആ അപ്പോൾ തന്നെ ആ ചേച്ചിയുടെ അടുത്ത് ചെന്ന് ഡോൺ ചേട്ടൻ ആദ്യം ഇംഗ്ലീഷ് ചോദിച്ചു. ഇവർക്കൊരു ഒന്നും മനസ്സിലാവണില്ല. ലാസ്റ്റ് ഡോൺ ചേട്ടൻ കരഞ്ഞോണ്ടാട്ടോ ചോദിക്കണേ, ഞങ്ങളെ പോലത്തെ ഒരു കപ്പിള്, ഞങ്ങളെ പോലെ. അപ്പോൾ തന്നെ അവര് എവിടെ രണ്ടുപേർക്കും എവിടെ? അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, അല്ല ശരിക്കും പറഞ്ഞ അവിടെ മലയാളീസ് ഒന്നുമില്ല. ഇല്ലില്ല. എന്നിട്ട് ഞങ്ങൾ ഓടിപ്പടഞ്ഞു നോക്കിയപ്പോഴത്തേനും പയ്യ ആടി പാടി രണ്ടും വരും. നല്ല ചീത്ത കിട്ടിയിട്ടുണ്ടാവും. ആ നല്ലോണം കിട്ടി. എനിക്ക് തോന്നുന്നു ബ്രദർ ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നു അല്ലെ താനുമായിട്ട്. ആ ഒരു വെപ്രാളം എന്ന് പറഞ്ഞ് കേട്ടപ്പോ തന്നെ മനസ്സിലായി ആ ഒരു ടെൻഷൻ. മേഘന പറയുന്നത് പോലും കേൾക്കുന്നില്ല. എനിക്ക് അപ്പോഴുള്ള ഒരു നീ കൂടുതൽ ചേട്ടൻ ഒരു പ്രത്യേക ബോണ്ടിങ് ആണ്. മേഘന കുഞ്ഞുനാളും മുതലേ ഡാൻസ് പഠിച്ചിട്ടുണ്ട്? അതെ, 6 വയസ്സിലായിരുന്നു എന്റെ അരങ്ങേറ്റം. ഓ അത് ശരി. ഓക്കെ. ഇഷ്ടമായിരുന്നു ഡാൻസ് ഒക്കെ? ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്. ഭരതനാട്യം. മോഹിനിയാട്ടം? മോഹിനിയാട്ടം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഭരതനാട്യത്തിലാണ്. കൂടുതൽ പഠിച്ചിരിക്കുന്നത് ഭരതനാട്യമാണ്. ഓക്കെ. മോൾ ഒറ്റ ഒരാളാണോ? അതെ, ഒറ്റ മോളാണ്. സിബ്ലിങ്സ് ഒന്നും ആരുമില്ല. ഓക്കെ. ഡിംപിൾ പഠിച്ചിട്ടുണ്ട്? ഞാനും ഭരതനാട്യം മോഹിനിയാട്ടം ഞാൻ സ്കൂൾ ലെവലില് കലാതിലകൊക്കെ ആയിരുന്നു അങ്ങനെ. ഓക്കെ ഓക്കെ. പിന്നെ ഈ സീരിയലിലോട്ട് വന്ന എങ്ങനെയാ മേഘ്ന? ഞാൻ സ്റ്റേജിലൊരു ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് TS അജി സാർ എൻ്റെ അമ്മയടുത്ത് ഒന്ന് ചോദിക്കുകയായിരുന്നു, ഇങ്ങനെ സീരിയലുണ്ട്, മോളെ അഭിനയിപ്പിക്കാവോ എന്ന് പറഞ്ഞിട്ട്. ഷോ മീൻസ് ഡാൻസ്. ഓക്കെ ഓക്കെ. ഡിംപിൾ എങ്ങനെയാ വന്നേ? ഞാൻ ആദ്യം ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ചെയ്തത്, മരുത്വ പഞ്ചജീരകൂടം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് കാറ്റൊന്ന് വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം. അത് ഞങ്ങൾ പാവർട്ടിയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ തന്നെയായിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ അങ്ങനെ കണ്ടു വിളിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡബിങ്ങിന് പോയപ്പോഴാണ് KK രാജീവ് അങ്കിള് കണ്ടിട്ട് ഫസ്റ്റ് സീരിയൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് ഡിംപിൾ ചെയ്യുന്നില്ലല്ലോ, അതിനെ പറ്റി ഇപ്പൊ കാണാനേ ഇല്ലല്ലോ ഞങ്ങൾ. അത് കല്യാണാലോചന തുടങ്ങിയപ്പോ തൊട്ട് പതുക്കെ അങ്ങോട്ട് ബാക്കിലേക്ക് അങ്ങ് വലിച്ചു. അതാണ്. ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് ഡിംപിളിനെ എപ്പോഴും ഞങ്ങൾ കാണാൻ. 3 വർഷമായി സീരിയൽസ് ഒന്നും ചെയ്യാണ്ട്. ഇന്റർവ്യൂസും ബാക്കി ഫ്രെയിമിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും, പക്ഷെ സീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ട് 3 വർഷമായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ എല്ലായിടത്തും ഒരുമിച്ചാ വരുന്നത്. ആരുടെയും ഫ്രീ ഓഫർ.
ഇവിടെ ഓഫർ ഉണ്ട്, ബൈ വൺ ആൻഡ് ഗെറ്റ് വൺ ഫ്രീ ഓഫർ. അത് കറക്റ്റ് ഉണ്ട്, അസലായിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഞാൻ തന്നെ പറയാം, ഈ സാരി തന്നെ നോക്കൂ, രണ്ടുപേരും ഒരേപോലത്തെ ബട്ട് ഡിഫറെന്റ് കളേഴ്സ്. അത്ര ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ വേണം എന്ന് തീരുമാനിച്ചോ? ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ ഡ്രസ് ഉണ്ട് സത്യം പറഞ്ഞ. ഞങ്ങൾ കൂടുതലും ഒരുമിച്ച്, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് ഡ്രസ് ഉണ്ട് ഒരുപോലെ. ഞങ്ങളുടെ എന്റെ മമ്മി എടുക്കുമ്പോ രണ്ടാൾക്കും ഒരുപോലെ എടുക്കാം. അത് കല്യാണത്തിന് ശേഷമാ? കല്യാണത്തിന് മുമ്പ് തൊട്ട് അങ്ങനെയാണ്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അങ്ങനെയാണ്. എനിക്ക് എന്തെടുത്താലും അത് പിങ്കിക്ക് എടുക്കും, പിങ്കി എന്ത് വാങ്ങിച്ചാലും എനിക്കും വാങ്ങിക്കും. ശരിക്കും എനിക്ക് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു 1 year ഗ്യാപ്പ് എങ്ങനെയോ ഉണ്ടായിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ. അപ്പോൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള എപ്പോ ഷോപ്പിങ്ങിന് പോയാലും ഡിംപിളിന് എന്തെടുക്കുമ്പോഴും എനിക്കും എടുക്കാറുണ്ട്. ഞങ്ങൾ ഒരുവിധം മമ്മി പറയും ഞാൻ ഇരട്ടപ്പിള്ളേരെ കൊണ്ടുനടക്കണ പോലെ കൊണ്ടുനടക്കുന്നതെന്ന്. നിങ്ങൾ ഇത്രയും ഭയങ്കര ഇന്റിമസി ആയിട്ടുള്ള വർത്താനവും ബഹളവും ഡ്രസ്സ് പോലും അങ്ങനെ, നിങ്ങളുടെ ഹസ്ബൻഡ്സ് തമ്മിൽ എങ്ങനെ? അവര് ഇതിലും അധികമാണ്, ഞങ്ങളെക്കാളും കൂടുതലാണ് അവര്. ഭയങ്കര ഒരു 2 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, എല്ലാ വിശേഷവും ഒക്കെ പറഞ്ഞ് ഭയങ്കര വേവ് ലെങ്ത്. ഭയങ്കര അറ്റാച്ച്മെന്റ്, ഭയങ്കര ക്ലോസ് ആണ് രണ്ടുപേരും. അപ്പൊ അളിയന് വേണ്ടി മറ്റളിയൻ കുക്ക് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. ഒരളിയന് വിഷമായ മറ്റേ നീ എന്തിനാ അങ്ങനെ പറഞ്ഞ, എന്റെ അളിയന് വിഷമായി എന്നൊക്കെ പറയും. എന്നെ കൂടുതൽ അനുസരിച്ചേട്ടാ വഴക്കും അറിയാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞ, അളിയൻ അത് വിഷമാവില്ലേ, നീ അങ്ങനെ പറയാൻ പാടുന്ന എന്നെ വഴക്ക് പറയും ഞാൻ എന്തെങ്കിലും പറയുമ്പോ. അതുപോലെ തന്നെ ഡോൺ ചേട്ടൻ, നീ അങ്ങനെ പറയാൻ പാടില്ല, ആൻസിന് വിഷമാവില്ലേ എന്ന് പറഞ്ഞിട്ട്. അവരളിയന്മാരും അതെ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ വേണം, ദൈവമേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതെ, ആരും കണ്ണുവിടാതെ അങ്ങനെ തന്നെ പോട്ടെ. കുക്കിങ്ങിന്റെ കാര്യം അളിയന്മാര് ഭയങ്കര കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞു. ഇനി ഭാര്യമാരെങ്ങനെയാണ്? ഭാര്യമാര് അത്യാവശ്യമൊക്കെ ചെയ്യും. ഭയങ്കര കുക്കാട്ടോ. ഞങ്ങളുടെ എന്താ പറയാ, ഒരു മാസ്റ്റർ ഷെഫ് തന്നെ പറയാം. വേണ്ടായിരുന്നു. ചൈനീസ് ഇല്ല, ഞാൻ പൊക്കി പറയുന്നതല്ല, എന്റെ നാത്തൂനായതുകൊണ്ട് പറയല്ല. ചൈനീസ് വേണോ അല്ലെങ്കിൽ എന്താ പറയാ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണോ, ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വേണോ, അതെ നമ്മൾ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഈ അരിഞ്ഞു കൊടുക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്താൽ മതി. ഇൻ കേസ് അത് ഇല്ലെങ്കിലും പുള്ളിക്കാരത്തി വളരെ ഫാസ്റ്റ് ആയിട്ട് കുക്കിംഗ് ഇഷ്ടം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതാ? എനിക്ക് ചിക്കൻ ഡിഷസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് ഏതാ? ഹസ്ബൻഡ് ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് മുട്ടക്കറി. മുട്ടക്കറി ഫസ്റ്റ് ഉണ്ടാക്കി. പക്ഷെ അത് ആദ്യം ഉണ്ടാക്കിയത് തന്നെ ഫ്ലോപ്പായി പോയി. എന്താന്ന് വെച്ചാല് ആദ്യമായിട്ട് അടുക്കളയിൽ കയറാണ്. അപ്പൊ ഈ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എവിടെയായിരിക്കണേ എന്തായിരിക്കണേന്ന് അറിഞ്ഞൂടാ. മല്ലിപ്പൊടിക്ക് പകരം ഞാൻ സാമ്പാർ പൊടി ഇട്ട് മുട്ടക്കറി ഉണ്ടാക്കി. പിന്നത്തേലും ഞാൻ ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാണ്ട് സെർവ് ചെയ്തു. എല്ലാവരും പറഞ്ഞു നന്നായി ടേസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആദ്യം വെച്ചതുകൊണ്ട് പറഞ്ഞാണോന്ന് അറിയില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് അതിന്റെ സാമ്പാർ പൊടി ആയിരുന്നു എന്ന്. അല്ല, എന്നാലും മോളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാരും പ്രോത്സാഹിപ്പിച്ചു അല്ലേ? പക്ഷെ അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടുമ്പോ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പിന്നെ ചെയ്യാൻ തോന്നും. ആദ്യമേ നമ്മളെ അങ്ങ് ഡിപ്രസ്ഡ് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് തന്നെ ഒരു മടുപ്പ് തോന്നും. പിന്നെയും നമുക്കൊരു ടെൻഷനാവും, നമ്മൾ ചെയ്യുന്നത് ശരിയാവോ ഇല്ലേ എന്നല്ലേ. ഇതുപോലെ ഇൻസിഡൻസ് തനിക്കൊന്നുമില്ലേ ചരിത്രങ്ങള്? പിന്നെ ഞാൻ മീൻകറി അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. മീൻ തിളപ്പിക്കും. കൊച്ചി മീൻ തിളപ്പിച്ച് ഷാപ്പ് കറി എന്ന് പറയും. ഷാപ്പ് കറി. ഞാൻ വിചാരിച്ചു മീൻ ചട്ടി അടുപ്പ് വെച്ചിട്ട് നല്ല അങ്ങനെ പറയാം, മീൻ തിളപ്പിച്ചത് അങ്ങനെ പറയാം. കറിയുടെ പേര് മീൻ തിളപ്പിച്ചതെന്നാണ്, ഷാപ്പ് കറി പോലത്തെ അങ്ങനെ. അപ്പൊ ഫ്ലോപ്പ് ആയത് ഏതാന്ന് വെച്ചാല് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കി കൊടുത്താ? ആദ്യം ഉണ്ടാക്കിയത് മീൻ തിളപ്പിച്ചത്. ഫസ്റ്റ് ഇംപ്രഷൻ അതിന്റെ ഒരു ഇതില് ബിരിയാണി അങ്ങനെയല്ല. ഞങ്ങള് കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ പറയും ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കും. ഭയങ്കര ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അപ്പൊ ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷനിലിരിക്കുന്നു പിങ്കിയുടെ ദം ബിരിയാണി. അപ്പൊ അങ്ങനെ കണ്ണു വെട്ടതാന്ന് തോന്നണേട്ടോ. ഇതിന് മുന്നേ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. ഞങ്ങള് പിങ്കിയുടെ ദം ബിരിയാണിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ ഒന്ന് പിങ്കി ഫ്രീ ആയിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക് ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. തൃശ്ശൂരിൽ വന്നു. ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. പിന്നെ ഫോട്ടോയിലൊന്നും മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല. എപ്പോഴും ഉണ്ടോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അരി ഇച്ചിരി വെന്തില്ല, ബീഫ് ഇത്തിരി വെന്തില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. എന്റെ മമ്മി കഴിക്കാനുള്ള 2 സാധനം എന്റെ മമ്മി വിളിച്ച് പറഞ്ഞതാ, ഞങ്ങൾക്ക് എന്തായിരുന്നു അറിയോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകള് വെച്ച ബീഫ് ബിരിയാണി ആയിരുന്നു. ആണോ മമ്മി, എങ്ങനെ ഉണ്ടായിരുന്നു?
നല്ലതായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു, നന്നായി വെച്ചു അവള്. പിന്നെ അരി കുറച്ച് വെന്തില്ല, ബീഫും വെന്തില്ല, ഒന്നുമില്ല. പക്ഷെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പാണ്, പക്ഷെ കുറച്ചും കൂടെ വേവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. ആ സാധനമൊന്നുമില്ല, പോകെ എല്ലാം മനസ്സിലാവുമല്ലോ. പിന്നെ മോള് ഇപ്പം ഒരു സീരിയലിലൊക്കെ മോൾ അഭിനയിച്ചു തുടങ്ങി, പിന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് മോക്ക്. എനിക്ക് തോന്നുന്നു തമിഴിലും മോക്ക് ഇഷ്ടം പോലെ അല്ലേ? ആ ഫാൻസിന്റെ ഒരു അപ്രോച്ച് അതൊക്കെ എങ്ങനെ മോള് ഫേസ് ചെയ്ത്? ഒരുപാട് സന്തോഷം തോന്നിയ ഒരു മൊമെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഒരു അമ്മാമ്മ ഓടി വന്നിട്ട്, വളരെ വയസ്സായിട്ടുള്ളൊരു അമ്മാമ്മയാണ്, ഓടി വന്നിട്ട് മുണ്ടും ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം തന്നെ അറിയാലേ വളരെ വയസ്സായിട്ടൊരു അമ്മാമ്മയാണ്. ഓടി വന്നിട്ട് പറഞ്ഞു, മോളെ പോവല്ലേ, ഞാൻ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞു. അവർ സ്വന്തം കുട്ടീനെ പോലെയാണ്, അതായത് സ്വന്തം വീട്ടിലെ കുട്ടീനെ പോലെ ആ ഒരു സ്നേഹം കാണിക്കുന്നത്. അപ്പം ഞാൻ ആ അമ്മാമ്മയെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അമ്മാമ്മ ഓടിപ്പോയിട്ട് ഒരു കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു, പേപ്പറിൻ്റെ ഒരു പൊതി എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേനും നിറച്ച് മിഠായി അതിൽ. എന്നിട്ട് പറയാ, അമ്മാമ്മയുടെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ തരാൻ. ഞാൻ പറഞ്ഞു, ഇത് തന്നെ വലിയൊരു കാര്യ. ശരിക്കും നമുക്കൊരു വലിയൊരു നാഷണൽ അവാർഡൊക്കെ കിട്ടുന്ന സത്യം. അതിലും വലിയൊരു സന്തോഷം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി നമുക്ക് ഭയങ്കര എന്തോ ഇമോഷണൽ ആവണം, ആ ഒരു സ്നേഹം മതിയോ. എനിക്കോ ഇങ്ങനെ ഒരു മുട്ടായി തന്നില്ലേ? എനിക്ക് കുഞ്ഞിലായിരുന്നു, എന്നെ കൂടുതലും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് കൂടുതലും, ഇപ്പോഴും കാണുമ്പോഴും കുഞ്ഞിലത്തെ കാര്യങ്ങളാണ് പറയാറ് എൻ്റെ അടുത്ത്. തമിഴിലൊന്നും ചെയ്തിട്ടില്ലേ മോള്? തമിഴ് 2 സിനിമ ചെയ്തു, സിംഗമുഖവും പിന്നെ തകവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയ്തില്ല, സീരിയൽസ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ലില്ല, ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഹൗസ് വൈഫ് ആയോ? ഇപ്പൊ കംപ്ലീറ്റ്ലി ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് ഇഷ്ടമാണ് അഭിനയിക്കാൻ പോകുന്നതൊക്കെ? ആൻസൺ ചേട്ടന് ഇഷ്ടക്കുറവില്ല, എന്നാലും യെസ് എന്ന് മൂളിയിട്ടില്ല, ആ ഒരു മൂളലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല, പുള്ളിക്ക് ശരിക്കും പക്ക ഒരു ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നതാണോ ഇഷ്ടം? ആൻസൺ ചേട്ടൻ ആദ്യം പറഞ്ഞത്, ഞാനിപ്പോ 2nd ഇയർ MBA ആണ്, ആദ്യം നീ അത് കംപ്ലീറ്റ് ചെയ്യേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ, ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ആയിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ ചെയ്യേണ്ടത് ആൻസൺ ചേട്ടാ, നോക്കാം, നീ ആദ്യം എക്സാം ചെയ്ത് ഡിംപിളിന്റെ MBA അങ്ങ് കംപ്ലീറ്റ് ചെയ്യിക്കണം. ഹസ്ബൻഡ് ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും MBA. അപ്പൊ കല്യാണത്തിന് മുന്നേ MBA സ്റ്റാർട്ട് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണ ആലോചന തുടങ്ങിയത്. പിന്നെ കല്യാണത്തിന്റെ ആ ഒരു ക്ഷീണത്തിൽ ഇതുവരെ പിന്നെ ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല. തൃശ്ശൂരാണ് എൻ്റെ ക്ലാസ് ഒക്കെ. അപ്പൊ ഇനിയിപ്പോ 2ാമത് റീജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യണം? ഇല്ല, 2nd ഇയർ മാത്രമേ ഉള്ളൂ. മേഘ്ന എങ്ങനെയാ, വല്ല ഹൗസ് വൈഫ് ആവുന്നാന്നോ ഇഷ്ടം, അതോ ഇനി തിരിച്ച് ആക്ടിംഗിലേക്ക്? ഞാനിപ്പോ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് പുതിയത്. അപ്പം ഇഷ്ടാണോ? ഇഷ്ടാണ്. അപ്പൊ ഇനിയിപ്പോ ഇതേപോലെ ഡിംപിളിന് വാങ്ങിച്ചു കൊടുത്ത പോലെ ഭയങ്കര ക്രേസി തോന്നുന്ന മേക്കപ്പ് സെറ്റ്സ് ഒക്കെ ആയിരിക്കും ഇനി മേഘ്നയ്ക്ക് മേടിക്കുക അല്ലെ? ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ അങ്ങനെ തന്നെ കേട്ടോ, 2 വാങ്ങിക്കും. ഓ ശരി, വാങ്ങിച്ചെടുക്കില്ല. ധൈര്യം ഉണ്ട് കേട്ടോ. ഇതൊരു വേണ്ട, ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, ഭക്ഷണം വിളമ്പാം, അതാ നല്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ. സീരിയസ്ലി സൂപ്പർ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പെണ്ണുകാണൽ ചടങ്ങ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. എന്നാലും ഒരു ആൻസൈറ്റിയോട് പുറത്ത് ചോദിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയാ, മറ്റേ എല്ലാരും കൂടെ വന്ന പെണ്ണാണൽ ചടങ്ങിന് February 14th വന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേയുടെ അന്നായിരുന്നു. അപ്പോൾ അതിനു മുന്നേ ഫാമിലി മാത്രമായിട്ട് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേയുടെ അന്നാണ് കസിൻസും എല്ലാവരും കൂടെ വന്ന് ശരിക്കും ഒഫീഷ്യലായിട്ടുള്ള പെണ്ണാണൽ ചടങ്ങ് നടന്നത്. അന്ന് ഒരു എന്താ പറയുക, ഒരു ബാസ്ക്കറ്റ് നിറച്ച് ഗിഫ്റ്റ് കൊണ്ടാണ് വന്നത് ഡോൺ ചേട്ടൻ. എല്ലാം ആ ബാസ്ക്കറ്റും റെഡ് കളർ, ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു, അതും റെഡ്, പിന്നെ കുറെ കുട്ടി കുട്ടി ലവ്സിന്റെ. ഇത് ഡിംപിൾ ശരിക്കും അമ്മ പെട്ടെന്ന് ബ്രദറിനോട് പറയുമ്പം ബ്രദർ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു മേഘ്നെ കല്യാണം കഴിക്കാൻ? ശരിക്കും ഡോൺ ചേട്ടനോട് ഈ പ്രപ്പോസലിനെ കുറിച്ച് പറയുന്നതും പിങ്കിനെ കുറിച്ച് പറയുന്നതും അമ്മയെക്കാളും ഞാനാണ്. എന്ത് കാര്യങ്ങളും ഡോൺ ചേട്ടനെ ഡോൺ ചേട്ടനോട് പറയാനുള്ള എല്ലാതും ഡാഡി മമ്മി എന്നോടാ പറഞ്ഞേൽപ്പിക്കാം. കാര്യം നടക്കാനുണ്ടെങ്കിൽ അങ്ങനെയാ. അപ്പൊ ഞാനാണ്
അനിയത്തോട് പറഞ്ഞ മോന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു 99.5% കാര്യങ്ങളും ചേട്ടൻ നോ എന്ന് പറയാറില്ല. ഞാൻ എന്ത് പറഞ്ഞു 9% അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും നോ എന്നുള്ള ഡോൺ ചേട്ടൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇതും പറഞ്ഞത്. അപ്പോൾ ഡോൺ ചേട്ടൻ ആദ്യം അയ്യോ അത് വേണോ അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞ് പിന്നെ എന്ത് പറയണോ അത് അത്രയാണ്. പിന്നെ രണ്ടുപേരും കൂടി സംസാരിച്ചു, രണ്ടുപേർക്കും ഇഷ്ടക്കുറവൊന്നുമില്ല അങ്ങനെ. ഓക്കെ ഓക്കെ. ഈ മേഘ്ന കൂടുതലും ഈ പറഞ്ഞ കൂട്ട് ഭയങ്കര കരയുന്നതും അങ്ങനത്തെ കൂടുതൽ ക്യാരക്ടേഴ്സാ കൂടുതലും ചെയ്തേക്കുന്നത് അല്ലേ? ഇപ്പൊ ലൈഫിൽ എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷെ ഈ നമ്മളുണ്ടല്ലോ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നുണ്ട്. ഇപ്പൊ സ്റ്റേജ് ഷോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. വേണ്ട, അങ്ങനെ ഉണ്ടാവേ വേണ്ട. അതെ അതെ. മോള് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യില്ലേ? ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഡാൻസിന് വേണ്ടിയിട്ടുള്ളത്? ഡാൻസ് ചെയ്യാറുണ്ട്, ക്ലാസിക്കൽ ഷോസും ചെയ്യാറുണ്ട്, അല്ലാത്തതും ചെയ്യാറുണ്ട്. ഓക്കെ, കഴിക്കൂ കഴിക്കൂ. ഞാൻ പറയുന്നതല്ല. ഇനി നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഏതെങ്കിലും സീരിയൽസ് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ സീരിയൽസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ അങ്ങനെ സീരിയലിനായിട്ട് നിന്നിട്ടില്ല. ഇല്ല അല്ലേ? ഇപ്പൊ ചേച്ചി ചോദിക്കുമ്പോഴാണ് ഞാനും ആലോചിച്ചു. ചെയ്തൂടെ? നല്ലതാണെങ്കിൽ ചെയ്യാലോ. MBA കഴിഞ്ഞിട്ട് അതെ, അത് ചെലപ്പോ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. ചിലപ്പോ അത് മേഘനൂടെ എന്ന് പറയുമ്പോ ചിലപ്പോ ഒന്ന് എതിര് പറയുകയല്ലായിരിക്കും. അതെ അതെ, 10 പ്രാവശ്യം കൊച്ചെന്ന് പറയുന്നുണ്ട്. അതെ അതെ. മേഘനയുടെ അച്ഛനും അമ്മ എന്താ ചെയ്യുന്നത്? എന്റെ പപ്പയും മമ്മിയും സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അമ്മയുടെ കൂടെ ആയിരുന്നു. ഇപ്പൊ വീട്ടില് അമ്മയും അമ്മാമ്മയുണ്ട്. ഓക്കെ. ഡിംപിളിന്റെ അച്ഛനും അമ്മ എന്നാ ചെയ്യുന്നത്? മമ്മി ഹൗസ് വൈഫാണ്, ഡാഡിക്ക് ബിസിനസ്. ഓക്കെ. രണ്ടുപേരും എറണാകുളത്ത്? ഞങ്ങൾ തൃശ്ശൂര്, പിങ്കി എറണാകുളം. ഓക്കെ ഓക്കെ. അമ്മയ്ക്ക് ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്. ഓ അത് ശരി. ഓക്കെ. അമ്മ തന്നെ നടത്തും? ആ ഓ അത് ശരി. ഇഷ്ടംപോലെ അമ്മ തിരക്കായിരിക്കും അപ്പം? കുറച്ച് തിരക്കുണ്ട്. അതെ, അവിടെ ഡേ ബൈ ഡേ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. ഈ അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വാച്ച് ചെയ്യുന്ന എറണാകുളത്ത് വരുന്ന ഡിഫറൻസാ. നമ്മുടെ കേരളയിൽ വെച്ച് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ പോഷായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന എറണാകുളത്തെ. അമ്മ കൂടുതലും ചെയ്യാറ് ഷോസ് അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. മാരേജസ് ചെയ്യാറില്ല? മാരേജ് ചെയ്യാറുണ്ട്, കൂടുതലും ചെയ്യുന്നത് ഷോസ്. അപ്പൊ എബ്രോഡും എല്ലാം? എബ്രോഡും ചെയ്തിട്ടുണ്ട്. ഓ അത് ശരി. അപ്പൊ അമ്മ ടോട്ടലി ബിസിയാണ്. ഓക്കെ. അമ്മ ഇപ്പൊ ഹാപ്പിയാണ്, മോള് വെൽ സെറ്റിൽഡ് ആയി. അമ്മയ്ക്ക് ഇനി കുറച്ചുകൂടെ ഒന്ന് എൻഗേജ്ഡ് ആവാം അല്ലേ? ഓക്കെ. എന്തായാലും താങ്ക് യു വെരി മച്ച് മോളെ. ഷോയിൽ വന്ന് നല്ല വർത്താനവും ബഹളവും എല്ലാം വെച്ച്, അല്ലെങ്കിൽ തന്നെ എന്റെ കണ്ണുപോലും പെടാതിരിക്കട്ടെ, നാത്തുമാർ എപ്പോഴും ഇങ്ങനെ തന്നെ ആവട്ടെ. ലൈഫ് ലോങ് ഈ ഒരു ബോണ്ടിങ് നിങ്ങൾ 4 പേരിലും എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച് മോളെ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നാത്തൂമാരുടെ വിശേഷം കേട്ടു. നമുക്ക് ഇഷ്ടംപോലെ വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാനും നാത്തൂനും കൂടെ കൂടി കഴിഞ്ഞാൽ, എന്റെ നാത്തൂനും കൂടെ കൂടി കഴിഞ്ഞാൽ ഇതല്ല, ഞങ്ങൾ സത്യം പറഞ്ഞോ, ഞങ്ങളും ഇതിനപ്പുറം കേട്ടോ.